ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്നെന്താ വന്നതെന്ന് വെച്ചാൽ ഇന്ന് എൻ്റെ സ്കൂളിലത്തെ ആനുവൽ ഡേ ആണ്. അപ്പം അതൊരു വ്ളോഗായിട്ട് വയ്ക്കാമെന്ന് ഞാൻ ആലോചിച്ചു. 70ാമത്തെ ആനുവൽ ഡേ ആണ്. അപ്പോൾ ഞാൻ ഡാൻസ് കളിക്കുന്നുണ്ട്. ഫ്യൂഷൻ ഡാൻസാണ്. പക്ഷെ ഫ്യൂഷൻ ഡാൻസിന് മാച്ചായിട്ടുള്ള ഡ്രസ്സ് സാരില്ല. പക്ഷെ ഡ്രസ്സ് നല്ല രസമാണ്. പാട്ടായിട്ട് മാച്ചില്ലാന്നുള്ളൂ. സാറില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഞാൻ കൈസ് തൊണ്ടൊക്കെ പോയി കൈസ്, എന്താ അറിയില്ല. അപ്പം നമുക്ക് സ്കൂളെത്തിയിട്ട് കാണാം. അപ്പോൾ അവിടുത്തതൊക്കെ കാണാം. സ്കൂളെത്തിയപ്പോൾ ഞാൻ ഫ്രണ്ട്സിനൊക്കെ കണ്ടു. ഗ്രീൻ റൂമിലോട്ട് പോയി. നിങ്ങൾ അതിൻ്റെ കൂടെ ഒരു യൂണിഫോം ഇടാത്ത അവളെ കണ്ടില്ലേ? അവളുടെ കാലും മടങ്ങി, അത് കാരണം അവൾ കളിക്കണ്ടായിരുന്നില്ല. പിന്നെ ഇതാണ് ഗൈസ് എൻ്റെ നമ്മുടെ ചൈത്ര. അവൾ വേറെ ഡാൻസിനാണ്, അവൾ വേറെ ക്ലാസ്സിലുമാണ്. അപ്പോൾ ഞങ്ങൾ തിരുവാതിര ടൈമിൽ പരിചയപ്പെട്ടാണ് കേട്ടോ. അതൊന്നും ഇടല്ലോ, ഞാൻ ഇടൂ കേട്ടോ. അതൊക്കെ ഇടണോ കേട്ടോ. ഗൈസ് അവിടെ അറബി പിള്ളേരുണ്ട്. അയ്യോ കാണുന്നില്ല. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് ഞാൻ ജസ്റ്റ് റെഡി ആവുന്നുണ്ട്. ചെയ്യുന്നത് നമ്മുടെ സിന്ധുര ചേച്ചിയാണ്. അറിയോ? അപ്പൊ നമ്മള് റെഡി ആയിക്കൊണ്ടിരിക്കുക. ഞാന് നല്ല കൊച്ചായിട്ട് ഒരുങ്ങിയതാണ്, കണ്ടോ? ശിവള് ഡാൻസ് കളിക്കല്ലേ. പിന്നെ അവിടെ പ്രസംഗമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് നമ്മുടെ കോമഡി സ്റ്റാർസ് അങ്ങനെ എന്താ പറഞ്ഞിട്ട് സംഭവം ഉണ്ടായിരുന്നില്ല. അതിനകത്ത് ഒരു ചേട്ടനുണ്ടായിരുന്നു, അതായിരുന്നു. അപ്പോൾ നല്ല രസമായിരുന്നു. അതിൻ്റെ പാട്ടൊക്കെ പാടി നല്ല വൈബായിരുന്നു കഴിച്ചത്. മീനിന് മുങ്ങാൻ തുള്ളിരുണ്ടാർന്നേ ഒരു കതിർകൊത്താൻ കിളി വരുമാർന്നേ കിളികൾ പാടണ പാട്ടുണ്ടാർന്നേ ഒരു പറ്റേ വയലുണ്ടാർന്നേ വയൽ മൊത്തം കതിരുണ്ടാർന്നേ കതിർകൊത്താൻ കിളി വരുമാർന്നേ കിളികൾ പാടണ പാട്ടുണ്ടാർന്നേ. ഞങ്ങളെന്തിനവിടെ നിന്നെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ സബ് ജില്ലയിലൊക്കെ പോയതിൻ്റെ അവാർഡ് കിട്ടില്ലേ? അയ്യോ, അവൾ ഒരുത്തി അവിടെ ഗ്ലാസ്സൊക്കെ വെച്ച് വൈബിൽ നിൽക്കാം. അപ്പോൾ നമുക്കിങ്ങനെ അവാർഡ് കിട്ടില്ലേ, അത് മേടിക്കാനായിരുന്നു. പക്ഷെ നമ്മൾ ഭയങ്കരമായിട്ട് പോസ്റ്റാക്കി. സോ ഞാൻ വേഗം വന്നിട്ട് മുടിയും കെട്ടി മേക്കപ്പൊക്കെ ചെയ്ത് ഡ്രസ്സൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ. ആദ്യം ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു യൂണിഫോമിൽ പോയാലാണ് അവാർഡ് കിട്ടുള്ളൂ എന്ന്. പിന്നെയാണ് മനസ്സിലായതൊന്നും ഒരു പ്രശ്നമല്ല എന്ന്. പിന്നെ ഇത് ജസ്റ്റ് ഫോർ ഫണ്ണിന് എടുത്തതാണ്. നമ്മുടെ അശ്മിയ ജോഷി ഉണ്ട്, സിയ ബേബി ഉണ്ട്, അതിൽ ഞാനുണ്ട്. ഇവിടെ നമ്മുടെ ഏഞ്ചൽ ബാവയുണ്ട്. ഹലോ. ഇവിടെ ആൻലിയ അതറിയാ ഏതാമയുണ്ട്. നല്ല ഫ്രെയിം. നീ അവിടെ എടുക്കാൻ വേണ്ടി പാടാ. ഈ കുട്ടിയുടെ കാലം സ്വന്തമായിട്ട് പറഞ്ഞ കേട്ടോ. അതെ ഒരാളുടെ അവകാശത്തിന് ആവശ്യമില്ല. അത് കഴിഞ്ഞിട്ട് ഡാൻസൊക്കെ തുടങ്ങി. അപ്പം കുറച്ച് ചെക്കന്മാർ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ചെക്കന്മാർ ആനുവൽ ഡേ തൂക്കി എന്ന് തന്നെ പറയാം ഗൈസ്. അടിപൊളിയായിരുന്നു കേട്ടോ. അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇത് 5ാം ക്ലാസ്സിലത്തൊക്കെയാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നു ചൈത്ര എന്ന് പറഞ്ഞ ഫ്രണ്ട്, അതാണ് കേട്ടോ അവൾ ഞാൻ പോയിൻ്റ് കാണിച്ചത്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഡാൻസ് വന്ന തുടക്കം എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എല്ലാവരും ഫുൾ പവറായിരുന്നു. അപ്പം എല്ലാവരും പറഞ്ഞു നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ ഹവയും ഈ ഡ്രസ്സൊക്കെ കൂടി നല്ല മാച്ചാണെന്നാണ് ഞങ്ങളുടെ ഒരു നിഗമനം. അത് പൊളിയിരുന്നു. ഞങ്ങൾ നല്ലോണം ഈ ആനുവൽ ഡേ ഞങ്ങൾ പൊളിച്ചടുക്കി എന്ന് പറയാം. പിന്നെ ഭാഗ്യത്തിന് സ്റ്റെപ്പൊന്നും പറഞ്ഞില്ല. പിന്നെ ഈ സംഭവം ഒരു പാട്ട് പഞ്ചായത്തിൽ, ആ പാട്ടിൽ ഇങ്ങനത്തെ ഈ സംഭവം എനിക്ക് നല്ല ഇഷ്ടമാണ്, അതാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. അപ്പം അങ്ങനെ പിന്നെ എനിക്ക് ആദ്യം വീഡിയോ കണ്ടപ്പോൾ ഞങ്ങളെന്തോ വെള്ള ഡ്രസ്സിട്ട് പ്രേതങ്ങളെ പോലെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും പിന്നെ കണ്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ സ്റ്റെപ്പൊക്കെ ഞങ്ങൾ തന്നെ എടുത്താണ്. പിന്നെ ലാസ്റ്റത്തെ ഇത് പേര് വന്നില്ല, ഇറങ്ങിപ്പോലും ഒരു വെറൈറ്റി സംഭവമായി പോയായിരുന്നു കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുമായിരിക്കണം. അപ്പോൾ എല്ലാവർക്കും ബൈ.